CPM-നെ സംബന്ധിക്കുന്നിടത്തോളം ഏത് ഉന്നതനായിരുന്നാലും ശരി, സംഘടനാ വിരുദ്ധ പ്രവർത്തനം കാണിച്ചാൽ ഇതാണ് അവസ്ഥ. PK ശശി പാലക്കാടത്തെ പ്രമുഖ നേതാവാണ്, മുൻ MLA ആണ്. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് പാർട്ടിയുടെ അന്വേഷണത്തിൽ തെളിഞ്ഞാൽ ഇനി അത് ആരായിരുന്നാലും ശരി, ഇതായിരിക്കും അവസ്ഥ. നേരത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിൽ നിന്നും തരം താഴ്ത്തിയ ശേഷം വീണ്ടും നടപടി ഉണ്ടായിരിക്കുകയാണ്. പാർട്ടിയിലെ മറ്റ് പ്രമുഖ സ്ഥാനമാനങ്ങൾ കൈയാളിയിരുന്നതിൽ നിന്നും ഒഴിവാക്കി. CITU ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മറ്റൊരു പോഷക സംഘടനാ സ്ഥാനത്ത് നിന്നും അദ്ദേഹം വഹിച്ചിരുന്ന പങ്കുകളിൽ നിന്നാണ് മാറ്റി നിർത്തപ്പെട്ടത്. ഇത്തരം പ്രവർത്തനങ്ങൾ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ ഏതൊരാൾക്കെതിരെയും ഇങ്ങനെ നടപടി ഉണ്ടാകും. പക്ഷേ മാപ്രകളുടെ ഇച്ഛയ്ക്കനുസരിച്ചായിരിക്കില്ല. അതിന് സംഘടനാപരമായിട്ടുള്ള ചിട്ടാവട്ടങ്ങളുണ്ട്. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് അന്വേഷിച്ച് കണ്ടെത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നടപടി ഉണ്ടായിരിക്കും. അത് ആരായിരുന്നാലും ശരിയെന്ന് വീണ്ടും വെളിവാകുന്നില്ലേ? നേരത്തെ പാർട്ടി കോടതി, പാർട്ടി പോലീസ് എന്നൊക്കെ അധിക്ഷേപിക്കുന്നവർ ഒന്ന് കണ്ണ് തുറന്ന് കണ്ടോളൂ. കേരളത്തിലെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ഇങ്ങനെ പരസ്യ പ്രതികരണം നടത്താത്ത മറ്റേതെങ്കിലും വിഷയത്തിൽ നടപടി സ്വീകരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നിരുന്നാലും ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള നേതാക്കന്മാർക്കെതിരെ എന്തെങ്കിലും വാർത്ത വന്നാൽ ആഘോഷിക്കാറുള്ള മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ പാർട്ടി വിട്ടുവീഴ്ചയില്ലാതെ എടുക്കുന്ന നടപടികൾ അവർക്ക് ചർച്ചയേ അല്ല. അവർക്കത് പൊതുജന മധ്യത്തിൽ ഒരു മാതൃകാപരമായിട്ടുള്ള ഇടപെടലാണെന്ന് ഉയർത്തിക്കാട്ടുകയുമില്ല. അവിടെയല്ലേ ഇവരുടെ പക്ഷപാതിത്വം നമ്മൾ തിരിച്ചറിയേണ്ടത്. അല്ലെങ്കിൽ PK ശശിക്കെതിരെ വാർത്ത വരുന്ന സന്ദർഭങ്ങളിൽ ആഞ്ഞടിക്കുന്നവർ ആ സന്ദർഭത്തിൽ പുറത്താക്കിയിരിക്കണം. കാര്യം അത് മാധ്യമ റേറ്റിങ്ങിനനുസരിച്ച് നിന്നു കൊടുക്കുന്നവരാണെങ്കിൽ ഞങ്ങൾ ഒപ്പം നിന്ന് വാഴ്ത്തുപാട്ട് പാടും. തൽക്കാലം അതിന് സൗകര്യപ്പെടില്ല. മാധ്യമങ്ങളുടെ ഓളത്തിനനുസരിച്ചോ മാധ്യമങ്ങളുടെ റേറ്റിങ്ങിന് വേണ്ടിയോ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയല്ല CPM തീരുമാനമെടുക്കുന്നതെന്നും എല്ലാത്തിലും നടപടിക്രമങ്ങൾ ഉണ്ടായാൽ മാധ്യമങ്ങൾ ആ വാർത്ത ഒഴിവാക്കി വിട്ടു പോയി കഴിഞ്ഞാലും അതിൻ്റേതായ നടപടികൾ അവിടെ നടന്നുകൊണ്ടേയിരിക്കും. അതിനുദാഹരണമാണ് PK ശശിയെ ഇപ്പോൾ 2 ചുമതലകളിൽ നിന്നുകൂടി മാറ്റിവെക്കുന്നത്. ഇന്നലകളിൽ അദ്ദേഹത്തിനെതിരെ സംഘടനാ നടപടി ഉണ്ടാകുമെന്ന് ആവേശപൂർവ്വം റിപ്പോർട്ട് ചെയ്തിരുന്നവർ ആ സന്ദർഭത്തിൽ നടപടി ഉണ്ടായില്ല. അതോടുകൂടി അത് ഡ്രോപ്പ് ചെയ്തു. പക്ഷേ സംഘടനാ വിരുദ്ധ പ്രവർത്തനം കണ്ടെത്തി കഴിഞ്ഞാൽ പാർട്ടിയുടെ നയപ്രകാരം ഏത് ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയായിരുന്നാലും ശരി, സംഘടനാ വിരുദ്ധ പ്രവർത്തനമാണത് നടത്തിയതെന്ന് പാർട്ടിയുടെ സ്വന്തം അന്വേഷണ കമ്മീഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ ഇതുപോലെ തെറിച്ചിരിക്കും. അത് നിങ്ങൾ വാർത്തയാക്കാതെ മുക്കിയാലോ ചർച്ചയാക്കാതെ അത് മാറ്റിവെച്ചാലോ ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് നമ്മുടെ നാട്ടിൽ മറ്റ് ഏതൊരു സംഘടനയുമായി താരതമ്യം ചെയ്യുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ പുലർത്തേണ്ട സമൂഹത്തിൻ്റെ മുന്നിലെ മര്യാദയും മാന്യതകളുമെല്ലാം ലംഘിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് CPM-നെ ഓഡിറ്റ് ചെയ്യാനും CPM-ന്റെ നടപടികളെക്കുറിച്ച് വ്യാകുലപ്പെടുന്നവരോ ആവലാതിപ്പെടുന്നവരോ ഇത്തരം കാഴ്ചകൾ കൂടി കണ്ടിരിക്കണം. ഇത്തരം മാതൃകകൾ നിങ്ങൾ ന്യായീകരിക്കുന്ന ഇടങ്ങളിൽ ഉണ്ടോ എന്നുകൂടി പരിശോധിച്ചിട്ട് വേണം ഈ പ്രസ്ഥാനത്തിനെതിരെ കല്ലെറിയാനോ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ നടപടികളെ വിമർശിക്കാനോ ഇറങ്ങി പുറപ്പെടേണ്ടത്. ഈ ഒരു നടപടി ഇത്രയും ഒരു ഉന്നത നേതാവിനെതിരെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സംഘടനാശേഷിയാണ് മനസ്സിലാക്കേണ്ടത്. ഇത് കോൺഗ്രസിനകത്തോ സംഘപരിവാറിനകത്തോ നടക്കുന്ന കാര്യമാണോ എന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് ഉത്തരമാകും. വാർത്തയല്ലെങ്കിലും പ്രശ്നമല്ല, പക്ഷേ ഇതൊക്കെയാണ് യാഥാർത്ഥ്യത്തിൽ നടക്കുന്നതെന്ന് ഈ സമൂഹം തിരിച്ചറിഞ്ഞിരിക്കണം.